ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിട്ടുള്ള സ്നോർക്കൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്നോർക്കൽ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റുകളും ചേർത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതെനിക്കൊരാൾ സ്പോൺസർ ചെയ്തതാണ്. നമ്മളുടെ KGFO ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട് നല്ല രീതിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആനന്ദേട്ടനാണ് എനിക്കിത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം എനിക്ക് ബമ്പർ ടു ബമ്പർ അബി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി, ബമ്പർ ടു ബമ്പർ. അപ്പോൾ അവനാണ് എനിക്കിതാ ഈ ഒരു മഷ്റൂം ഹെഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങളിത് കൂട്ടിക്കോളൂ. അപ്പോൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു ചാർട്ട് വരുന്നുണ്ട്. ഈ ചാർട്ട് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടെണ്ണം 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിൻ്റെ വാഷറും അതുപോലെ തന്നെ ഒരു ലോക്ക് വാഷറും ഇതുമ്പോൾ ചേർന്ന് വരുന്നുണ്ട്. ഇത് ഊരിയെടുക്കാൻ പറ്റാത്തൊരു ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 10ൻ്റെ സ്പാനർ മാത്രമല്ല, ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടും നമുക്കിതിനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ബോഡിയിലേക്ക് റിവെറ്റ് അടിക്കാനായിട്ട് ഒരു 3 റിവെറ്റിൻ്റെ വരുന്നുണ്ട്. 12ൻ്റെ ലോക്ക് നട്ടാണ് വരുന്നത്. ലോക്ക് നട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ ഒരു സംഭവം വരും. ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ലൂസായി പോകില്ല. ഇതിൻ്റെ ഹെഡ് ഇല്ലാത്ത ടൈപ്പ് ബോൾട്ടാണ് വരുന്നത്. ഈ ഒരു ബോൾട്ട് 12ൻ്റെ നട്ടിന് വേണ്ടി വരുന്ന ബോൾട്ട് തന്നെയാണ്. അതിലൊരു പ്രത്യേകത എന്താ വെച്ച് വെച്ചാൽ വൺ സൈഡ് അലൻകി ഇടുന്നതാണ്. അപ്പോൾ ഈ അലൻകീൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 mm അലൻകിയാണ് വരുന്നത്. പിന്നെ 6 പ്ലേറ്റ് വാഷറും വരുന്നുണ്ട്. ഇത് നമ്മളുടെ ബോഡിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. 3 ഹോസ് ക്ലിപ്പാണ്. 3 ഹോസ് ക്ലിപ്പിൽ ഒരെണ്ണം ബ്ലാക്കാണ് വരുന്നത്. അത് ഇതിൻ്റെ ഹെഡ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബോഡിയിലേക്ക് ഹെഡ് ടൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിസിബിൾ ആവാതൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹോസ് ക്ലിപ്പ് കാര്യങ്ങൾ വരുന്നത്. ഒരു L ടൈപ്പ് ഒരു ചെറിയൊരു പ്ലേറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ഫ്രെയിമിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു ഹോസ് വരുന്നുണ്ട്. ഈ ഹോസ് നമ്മളുടെ സ്നോർക്കലിൻ്റെ ബോഡിയിൽ നിന്ന് എയർ ഫിൽറ്ററിലേക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു ഹോസാണ്. ഇത് സത്യത്തിൽ ജിപ്സിയുടെ ബോൾട്ട് ഓൺ കിറ്റാണ്. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഒരിക്കലും ഈ ബോൾട്ട് ഓൺ കിറ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇൻസ്റ്റാൾ ചെയ്യലും പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആണ്. പക്ഷേ ഈ ഹോസ് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയൊരു ഗിവ് അവേ കൊടുക്കാം. ഗിവ് അവേ കൊടുക്കാനുള്ള ത്രാണി ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇത് നമ്മുടെ ബമ്പർ ടു ബമ്പർ അബി എനിക്ക് സ്പോൺസർ ചെയ്തതാണ്. എന്തായാലും ഞാനിത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. 2 പേർക്കൊന്ന് ടാഗ് ചെയ്തിടാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ബമ്പർ ടു ബമ്പർ അബിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ സെൻഡ് ചെയ്ത് കൊടുക്കാം. അവൻ നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഇതാ ഈ ഒരു സംഭവം ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത് LLDPE എന്ന് പറയുന്ന സ്നോർക്കലാണ്. അപ്പോൾ LLDP എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. ഇതിൽ പലരും ABS പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം തരാറുണ്ട്. അപ്പോൾ ABS പ്ലാസ്റ്റിക് ആണോ LLDP ആണോ എന്നുള്ളത് ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഇതാ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ LLDP എഴുതുള്ളൂ, ABS പ്ലാസ്റ്റിക് ആണ് വരുന്നത്, അതൊന്നും നിങ്ങൾ ഡയലോഗിന് നിൽക്കരുത്. ABS ആണെങ്കിൽ ABS തന്നെ ഉണ്ടാവും. പിന്നെ ഇത് എബോവ് ആവറേജ് സ്നോർക്കലാണ്. ഇതിൻ്റെ ബിലോ ആവറേജ് വരുന്നുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രൈസ് നല്ല ഡിഫറൻസുകൾ വരും. ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. ബോഡിയിൽ നിന്ന് ഒരു ചെറിയൊരു ഹൈറ്റ് പൊങ്ങിയിട്ടാണ് ഈ ഒരു എയറിൻ്റെ മൗത്ത് വരുന്നത്. അതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതാ ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം 5 ഹോളാണ് വരുന്നത്. പക്ഷേ നമുക്ക് 6 നട്ട് ബോൾട്ട് ഉണ്ട്. അതൊന്ന് നമുക്ക് സ്പെയർ ആയിട്ട് എടുത്തു വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹോളിലേക്ക് ഇത് കണ്ടോ ഒരു മെറ്റലിൻ്റെ പീസ് ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഈ ഒരു മെറ്റൽ പീസ് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അതാണ് ഒരു എബോ ആവറേജ് സ്നോർക്കലിൻ്റെ ഏറ്റവും പ്രശ്നമുള്ളത്. ഗുഡ് ക്വാളിറ്റി സ്നോർക്കലാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര വേഗമൊന്നും പോയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ABS പ്ലാസ്റ്റിക്കിൻ്റെ സ്നോർക്കൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദയവേതൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് അയച്ചു തരാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ABS സ്നോർക്കൽ തിരഞ്ഞു, സാധനം കിട്ടിയില്ല. അപ്പോൾ LLDP മോശമാണെന്നല്ല, LLDP നല്ല സാധനം തന്നെയാണ്. LLDPയിലാണ് ശരിക്കും സ്നോർക്കൽ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു LLDPയിൽ ഹൈ ക്വാളിറ്റി വരുന്ന സമയത്ത് ഈ സാധനമൊക്കെ ഒന്നും കൂടി ഇതിപ്പോൾ തട്ടി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അധികം ഒരു തിക്നെസ് ഇല്ലാത്തൊരു ഫൈബറിൻ്റെ ഒരു എന്താ വരുന്നത്. പക്ഷേ അതേ സമയത്ത് നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല, കുറച്ചും കൂടി ഒന്ന് സൗണ്ടിന് നല്ലൊരു കനം ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ LLDP എന്ന് എഴുതിയിട്ടുള്ള ഈ എഴുത്ത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടിരിക്കും. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലുകളുള്ള ഒരു ടൈപ്പ് ഒരു ഇതാണ്, അതായത് ഒരു കോപ്പി എടുത്ത പോലത്തെ ഒരു ഫീലാണ്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ
ഇതെല്ലാം എഴുതിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നെട്ടിൻ്റെ അളവ് വരുന്നതൊക്കെ ബ്രാസിലായിരിക്കും. ഇത് നമ്മളുടെ നെട്ട് ബോൾട്ട് വരുന്ന ആ ഒരു മെറ്റീരിയലിനെയാണ്. പക്ഷേ നല്ലത് വരുമ്പോൾ ബ്രാസ് ആവും, അത് തുരുമ്പിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു മെച്ചം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബിലോ ആവറേജ് വരികയാണെന്നുണ്ടെങ്കിൽ ബിലോ ആവറേജിൽ ഇതാ ഈ ഒരു മെറ്റലിൻ്റെ ഇത് ഉണ്ടാവില്ല. അതിന് പകരം ഇവിടെ ഈ ഫൈബർ തന്നെ ഒരു ത്രെഡായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോഡി വരുന്നത്. ഈ ബോഡിയിൽ ഇതാ ഇവിടെയായിട്ട് 2 നെട്ടുള്ളതും കൂടി വരുന്നുണ്ട്. മുൻഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള എഴുത്ത് കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സ്നോർക്കിൽ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്തതൊന്ന് ഇവിടെ 4x4 എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്നോർക്കിൽ വരുന്നുണ്ട്. ആ ഒരു സ്നോർക്കലിൻ്റെ ഹെഡിൻ്റെ എടുത്തും ഇതേപോലെ ഒരു റൗണ്ടിൽ ഒരു 4x4 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. സ്നോർക്കൽ ഹെഡാണ് സത്യത്തിൽ ഒരു സ്നോർക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഒരു പരിധി വരേക്കും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റും ഒഴിവാക്കുന്നത് ശരിക്കും സ്നോർക്കൽ ഹെഡുകൾ തന്നെയാണ്. അപ്പോൾ സ്നോർക്കൽ ഹെഡിനെ നമ്മൾ ശരിക്കും 4ആയിട്ട് തിരിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡായിട്ട് ഇറങ്ങുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തത് ഈ ഒരു മോഡലാണ്. അത് മാനിക്കി നിക്കോ എന്ന് പറയുന്ന ടൈപ്പ് ഒരു സ്നോർക്കൽ ഹെഡാണ്. രണ്ടാമത്തത് പറഞ്ഞാൽ മഷ്റൂം ഹെഡാണ് വരുന്നത്. ഈ ഒരു ടൈപ്പാണ് മഷ്റൂം ഹെഡ് വരുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബിഗ് മഷ്റൂം ഹെഡ് എന്ന് പറയും. പിന്നീട് വരുന്നത് പ്രീ ക്ലീൻ എന്ന് പറയുന്ന ഒരു സ്നോർക്കൽ ഹെഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നോർക്കൽ ഹെഡ് തന്നെ എടുക്കാം. അതായത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതിന് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. സംഭവം കാണുമ്പോൾ കണ്ടോ, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെ മെഷ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്, ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിലെന്താണ് അത്ര വലിയ കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഈ ഒരു ഇതിൻ്റെ ഡിസൈനാണ് ഇതിലെ കാര്യം. അതായത് ഈ ഒരു ഇത് മൗത്തിലൂടെ ഈ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ഫസ്റ്റ് ഗ്രില്ല് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ലീഫ് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ പ്ലാസ്റ്റിക് ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തട്ടി ഉള്ളിലേക്ക് പോകാൻ നോക്കും. നേരെ ഇതിലൂടെ വരുന്ന എയർ നേരെ സ്നോർക്കലിൻ്റെ ബോഡിയിലേക്കാണല്ലോ പോവുക. അപ്പോൾ ഈ ഒരു സ്നോർക്കലിൻ്റെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു കട്ടിങ് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇത് സത്യത്തിൽ ഈ ഒരു ഹോസ് ക്ലിപ്പ് ഇട്ട് ഇതിൻ്റെ ബോഡിയിലേക്ക് ടൈറ്റ് ആക്കാനുള്ള കട്ടിങ് അല്ല. അപ്പോൾ ഞാനിതിനെ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിലൂടെ എയർ എടുക്കുന്ന സമയത്ത് എയറിൻ്റെ ഒപ്പം തന്നെ ഡസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ പാർട്ടിക്കിൾ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എയറിനെക്കാട്ടിലും കൂടുതൽ ഒന്നും കൂടി വെയിറ്റ് കൂടുതൽ ഈ വെള്ളത്തുള്ളിക്കും അല്ലെങ്കിൽ ഡസ്റ്റിനൊക്കെ ആകുമ്പോൾ അത് ഒന്നും കൂടി പിന്നിലേക്ക് ട്രാവലാവും. അതായത് എയറിനെക്കാട്ടിലും കൂടുതൽ ഒന്നും കൂടി ട്രാവലാകുമ്പോൾ എന്താ ഈ ഒരു ബാക്ക് ഭാഗത്ത് കാര്യങ്ങളിലൊക്കെ തട്ടിയിട്ട് ഈ ഇത് കണ്ടോ, ഈ കട്ടിങ്ങിലേക്ക് ഈ സംഭവം നേരെ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ബോഡി ഇറങ്ങി നിൽക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഒരു ലോക്ക് പോലത്തെ ഒരു കുഴി കാണാൻ സാധിക്കും, അതുപോലെ ഇവിടെ ഒരു കുഴി കാണാൻ സാധിക്കും. ഇത്രയും ലെങ്ത്താണ് സ്നോർക്കലിൻ്റെ ബോഡിയിൽ ഈ ഒരു ഹെഡ് കയറിയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയറും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തട്ടുമ്പോൾ ഈ ഒരു ഇത് വഴി ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന കനം കൂടിയിട്ടുള്ള വെള്ളവും ഡസ്റ്റും നേരെ ഇങ്ങോട്ടേക്കാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇങ്ങോട്ടേക്കായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു കട്ടിങ് ശരിക്കും ഇത് ഒരു ലോക്കൽ മെയ്ഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് തൊട്ടാണ് അത് വരാം. ഇവിടെ നിന്ന് തൊട്ട് വരുന്നതിന് മാത്രമല്ല ഇങ്ങനെ ഒരു വര പോലെ ആയിരിക്കില്ല അതിൻ്റെ കട്ടിങ് വരിക. ഈ ഒരു മഷ്റൂം ഹെഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഷ്റൂം ഹെഡിന് കണ്ടോ ഇതുപോലെയാണ് ഒരു കട്ടിങ് വരിക. അപ്പോൾ ഇത്രയും രീതിയിലുള്ള കട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന പൊടിയും വെള്ളവും പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള എയർ ആണ് നമ്മളുടെ എയർ ഫിൽറ്ററേക്ക് പോവുക. അപ്പോൾ ഒരുവിധം നമ്മളുടെ വണ്ടിയുടെ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഡസ്റ്റിനെക്കാട്ടിലും കുറവായിരിക്കും സ്നോർക്കൽ വഴി എടുക്കുന്ന എയറിൻ്റെ ഡസ്റ്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഓവറായിട്ട് മഴ, അതായത് നമ്മളെ കേരള ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മഴ വരികയാണെന്നുണ്ടെങ്കിൽ സ്നോർക്കൽ ഹെഡ് ഒന്നെങ്കിൽ പിന്നിലേക്ക് തിരിച്ചു വയ്ക്കുന്നതാവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു ഒരു എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം ബൈപ്പാസ് ചെയ്യുന്ന രീതി. മഷ്റൂം ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്തായിട്ട് ഒരു ആരോ ചിഹ്നം കാണിക്കും, ഏതാണ് ഫ്രണ്ട് ഭാഗം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. മഷ്റൂം ഹെഡ് മറ്റേ ഹെഡിനെക്കാട്ടിലും ഒന്നും കൂടി ബെറ്ററാണ്. മറ്റേത് വലിക്കുന്ന അത്രയും ഡസ്റ്റും വാട്ടറും ഇത് വലിക്കില്ല. അതിൻ്റെ റീസൺ തന്നെ ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എയർ ഇൻടേക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് കൂടെയാണ് എയർ ഇൻടേക്ക് ചെയ്യുക. അപ്പോൾ ഈ മുകളിൽ നിന്ന് അവിടെ നിന്നും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളവും പൊടിയും വരാനുള്ള ചാൻസ് കുറവാണ്. അത് കഴിഞ്ഞ് ഇതിൽ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മുകളിലൂടെ തട്ടിതാ ഈ ഒരു ഇതിലൂടെ നേരെ പുറകിലേക്ക് പോകും.
ഇനി നമുക്ക് ഈ സ്നോർക്കലിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനൊരു ക്ലിപ്പ് പരുവത്തിനാണ് വരുന്നത്. ഇതുണ്ടോ, ഇതിങ്ങനെ 2 പീസായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഒരു കട്ടിങ്ങുള്ള ടൈപ്പ് ഒരു ഫൈബർ പീസാണ്. അതിൻ്റെ ഉള്ളിലൂടെ ആവശ്യത്തിൽ നമുക്ക് എയർ എടുക്കാൻ പറ്റും. അതിനുശേഷം എന്താ ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. ഈ സ്നോർക്കലിൻ്റെ ഇതാ ഈ ഒരു ഭാഗം ഇതിൻ്റെ അതെ, അതുപോലെ ഇതിൻ്റെ അതെ. ഇനി ഏത് സ്നോർക്കൽ എടുക്കുകയാണെങ്കിലും ഇതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്നെങ്കിൽ 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച്. ഇങ്ങനെ 2 മെഷർമെൻറ്റിലാണ് ഇതിൻ്റെ സ്നോർക്കലിൻ്റെ മൗത്ത് ഭാഗം വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ, അതായത് കസ്റ്റമൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഇത്, അനാബോണ്ട് അല്ലെങ്കിൽ ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ഇത് നമ്മളുടെ ഈ ഒരു ബോൾട്ട് കാര്യങ്ങൾ അത്യാവശ്യം ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് ഇളകി പോരെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 30 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോയാൽ മതി. അപ്പോൾ ഞാൻ ഇത് ആൾറെഡി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക ചോദിച്ചാൽ, ആദ്യം ഈ ഒരു ഇതിലേക്ക് കുറച്ച് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു നെട്ടിലും കൂടി ചേർത്താക്കി കൊടുക്കുക. ഉണ്ടോ, ഇതൊരു ജെല്ലി പരുവത്തിനാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇത് 2ലും ആക്കിയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്കൊരു പർപ്പസ്ഫുള്ളി ലോക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ടൈറ്റ് ചെയ്യാം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനാബോണ്ട് കട്ട പിടിച്ചതാണ്. അത് പ്രോപ്പറായിട്ട് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കട്ട പിടിച്ച പോലത്തെ ഒരു സംഭവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മളൊരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ആ ഒരു രീതിക്ക് തന്നെ ഇത് ലോക്കാവും. ആ ഒരു സ്നോർക്കിൽ മാർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ടിപ്പ്. ആ ടിപ്പ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുണ്ട്, ആദ്യം നിങ്ങൾ ഈ ഒരു ചാർട്ടിനെ നമ്മൾ ആ ഹോള് ഇതിലേക്ക് കറക്റ്റ് ഇറക്കി വയ്ക്കാം. ഈ മാർക്കിങ്ങുകൾ നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മാർക്കിങ് വെച്ച് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇതിനെല്ലാത്തിനും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് വന്നു, അതുപോലെ ഇവിടെ വന്നു, അതുപോലെ ഇവിടെ വന്നു, ഇവിടെയും വന്നു. അപ്പോൾ ഈ ചാർട്ടും ഈ സ്നോർക്കലിൻ്റെ ബോഡിയും തമ്മിൽ ഇത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇത് ഹോളടിച്ചാൽ ഇത് നിങ്ങൾ ഒരുപാട് ഇതിൽ രാവി ക്ലിയർ ആക്കേണ്ടി വരും. അപ്പോൾ ഈ നിങ്ങളിത് 13ൻ്റെ ഹോൾ അടിച്ചാൽ ചിലപ്പോൾ 16 വരെയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചോദിച്ചാൽ ഈ ചാർട്ടിനെ ഇതിലേക്ക് വെച്ചിട്ട് ഇതേ മോഡൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു പാച്ച് വർക്കറുണ്ട്, ആളൊരു 1.5 പുലിയാണ്. അയാളാണ് സത്യത്തിൽ ഈ ഒരു ഇതിട്ടുള്ളത്. ആൾക്ക് ആ ഒരു ചാർട്ട് മാത്രമേ കൊടുത്തുള്ളൂ. സംഭവം അങ്ങേര് പക്കയായിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത്. ആ കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. ഈ ഒരു ഹോള് കുറച്ചും കൂടി ഞാൻ വലുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഉൾഭാഗത്തായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഹോളെല്ലാം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. കാരണം ഇത് 12ൻ്റെ നെട്ട് കയറുന്നതിനേക്കാളും കൂടുതൽ വലുപ്പത്തിട്ടുണ്ട്. അതുപോലെ ഈ 2 ഹോള് മാത്രം കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള രീതിക്കാണ് ഞാൻ ഹോൾ അടിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ മെഷർമെൻറ്റ് വെച്ച് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊരു പാടിയിട്ടുണ്ട്. ഒരു വട്ടം ഈ സ്നോർക്കൽ വെച്ച് 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതാ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതാ ഈ ഒരു ഇത് വെക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാമ്പ് ഇവിടെ മെഷർമെൻറ്റ് എടുക്കുക. അതായത് ഇതിലേക്ക് ഹോള് ഇടാൻ പാകത്തിന് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു മെഷർമെൻറ്റ് എടുത്ത് വയ്ക്കുക. ഈ ഒരു സാധനം പക്കയായിട്ട് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 3 സ്ഥലത്തായിട്ടാണ് ശരിക്കും റിവെറ്റ് വരേണ്ടത്. ഇപ്പോൾ ഈസിലി നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിവെറ്റ് ഒഴിവാക്കിയിട്ട് അവിടെ സ്ക്രൂ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഊരി എടുക്കാൻ പറ്റും. ഇതേ മോഡലൊരു പ്ലേറ്റ് വാഷർ എടുക്കുന്നുണ്ട്. അതുപോലെ താൽക്കാലികമായിട്ട് ഞാൻ ലോക്ക് നട്ടല്ല യൂസ് ചെയ്യുന്നത്, സാധാരണ രീതിയിലുള്ള ഒരു നെട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോക്ക് നട്ട് യൂസ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വാഹനം ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ ടൈമിൽ ഇത് ഊരിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് വെക്കാത്തത്.
ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും അധികമല്ല. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊങ്ങിച്ചുണ്ട്. അതിൻ്റെ റീസൺ ഇതാ ഇവിടെ നിന്ന് ഈ ഒരു ഇത് പൊങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി അടിച്ച് പിന്നിലേക്ക് ആക്കിയാൽ മാത്രമേ ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഒന്ന് താഴ്ന്നിരിക്കുകയുള്ളൂ. എന്നാലും കാണുമ്പോൾ അത്ര വലിയ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ ഭാഗങ്ങളും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇതുമ്മ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇത് ആദ്യം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് പോലെയൊക്കെ തോന്നും, പക്ഷേ അത് നെട്ട് അടുക്കുന്നതോടുകൂടി ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം പോവും. ഇപ്പോൾ സ്നോർക്കൽ പക്കാ ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലുള്ള അടുത്ത എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു പൈപ്പ് കണ്ടെത്തണം. അപ്പോൾ ആ പൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പക്ക വർക്കിംഗ് സ്നോർക്കലാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഇതേപോലെ ഇവിടെ ആയിരിക്കും. സ്നോർക്കൽ ഹെഡിൽ ഞാനൊരു ചെറിയൊരു അൾട്രേഷൻ വെക്കുന്നുണ്ട്. മറ്റേ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഒറിജിനൽ ആ ഒരു സ്നോർക്കലിന് വേണ്ടിയിട്ടുള്ള രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ടൈം എടുത്ത് മെല്ലെ ക്ഷമയോടുകൂടി കട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു 8 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ആ 8 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ഇത് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇത് വേണ്ട രീതിക്ക് പൊസിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് രീതിക്കാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ സ്നോർക്കൽ ഹെഡും കാര്യങ്ങളും പക്കാ ഫിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറച്ച് പേർക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സുഖമില്ലാത്ത രീതിക്ക് തോന്നും, കാരണം ഇത് കണ്ട് ശീലമായതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എങ്കിൽ മാത്രമേ ഈ സ്നോർക്കൽ ഹെഡിൻ്റെ കറക്റ്റ് യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു രീതി. രണ്ടാമത്തത് നമ്മളുടെ മഷ്റൂം ഹെഡാണ്. മഷ്റൂം ഹെഡിന് നമുക്ക് എടുത്തൊന്ന് വെച്ചേക്കാം. അപ്പോൾ മഷ്റൂം ഹെഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പൊങ്ങിച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്ക് കുറച്ച് ചെരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതിനും കറക്റ്റ് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. സ്നോർക്കൽ ചെയ്യാൻ പാകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി എന്നറിയാം, ക്ഷമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി വന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളുടെ ഗിവ് അവേൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക, താല്പര്യമുള്ളവർ പങ്കെടുക്കുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.